ഓക്കെ. നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസലേനിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. മിസലേനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ വിട്ടുപോയിട്ടുള്ള കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ട്രയാങ്കിളിന്റെ കോർഡിനേറ്റ്സ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്ന കാര്യം നോക്കി. പക്ഷേ എന്നാൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് നമ്മൾ കണ്ടുപിടിച്ചില്ല. ഓക്കെ, നമുക്ക് പൊതുവെ നമുക്ക് എസ് എസ് സിക്ക് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ റെയിൽവേ എക്സാമിന് എസ് എസ് സിക്കൊക്കെ കാണുന്നത് രണ്ട് ലൈൻ്റെ ഇക്വേഷൻ എന്ന് തരും. ചില സമയത്ത് എക്സ് ആക്സിസ് അല്ലെങ്കിൽ വൈ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന എന്താ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, നമ്മൾ എപ്പോഴും ഒരു മെത്തേഡ് പഠിച്ചു വെക്കുക. അതിന് പലതിനും പല മെത്തേഡുണ്ട്. അതായത് ഇപ്പോൾ ഇങ്ങനെയാണ് ലൈൻ എന്ന് വിചാരിച്ചോ. ഇത് ഈ രണ്ട് ലൈനും ഇത് എക്സ് ആക്സിസുമാണ്. ഓക്കെ, അത് മേക്ക് ചെയ്യുന്ന ഏരിയയുടെ ട്രയാങ്കിളാണ്. അപ്പോൾ നമുക്ക് ഈ ഹൈറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഏരിയ കണ്ടുപിടിക്കാം. പക്ഷെ നമ്മൾ ഓൾറെഡി കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഏരിയ കണ്ടുപിടിക്കുന്ന കേസ് പഠിച്ചു. നമുക്ക് അപ്പോൾ ആ ഒരു മെത്തേഡിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എപ്പോഴും ഒരു മെത്തേഡിൽ തന്നെ ഫോളോ ചെയ്യാൻ നോക്കാം. സപ്പോസ് നമുക്കൊരു ക്വസ്റ്റ്യനിൽ ഒരു പോയിന്റ് വരുവാന്ന് വിചാരിക്കാം. അതെ, രണ്ട് ലൈൻ്റെ ഇക്വേഷൻ തന്നു. ഒന്നാമത്തെ ലൈൻ്റെ ഇക്വേഷൻ 2x 3y -12 ഓക്കെ ഈക്വൽ ടു 0. രണ്ടാമത്തെ ലൈൻ്റെ ഇക്വേഷൻ x -y -1 ഈക്വൽ ടു 0. ഇത് രണ്ടാമത്തെ ലൈൻ്റെ ഇക്വേഷൻ. ഇത് y ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് ചോദിച്ചത്. അതായത് ഏകദേശം നമ്മുടെ ഫിഗർ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് y ആക്സിസ്, ഇത് x ആക്സിസ് ഉണ്ട്. രണ്ട് ലൈൻ ഏകദേശം ഇങ്ങനെ വന്ന് കിടക്കുമെന്ന് വിചാരിച്ചു. ഇപ്പം ഇങ്ങനെ വന്ന് കിടക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും, ഇവിടെ ഒരു കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടാവും, ഇവിടെ ഒരു കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ട്രയാങ്കിൾ ഫോം ചെയ്തു. ഇതിന്റെ ഏരിയ ആണ് ചോദിച്ചത്. അപ്പോൾ പൊതുവെ നമുക്ക് y ആക്സിസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ആ y ആക്സിസിന്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ x ഇസിക്കൽ ടു 0 ആയിരിക്കും. സപ്പോസ് x ആക്സിസ് ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ y ഇസിക്കൽ ടു 0 ആയിരിക്കും. ഈ ആക്സിസിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതായത് ഈ കൂട്ടിമുട്ടുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ, അതായത് നിങ്ങൾ ഇത് ഒരിക്കലും വരയ്ക്കരുത്, വരച്ച് നോക്കണ്ട, നമുക്ക് ഐഡിയ കിട്ടിയാൽ മതി. ഈ ഫിഗറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ y ആക്സിസിൽ രണ്ട് പോയിന്റിൽ അത് മീറ്റ് ചെയ്യുമെന്ന് മനസ്സിലാവും. അതായത് ഈ വന്ന ലൈനും ഈ y ആക്സിസിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു രണ്ട് പോയിന്റിൽ, ഈ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കറിയാം y ആക്സിസിന്റെ x കോർഡിനേറ്റ് 0 ആണെന്നറിയാം. എക്സ് കോർഡിനേറ്റ് 0 ആണെന്നറിയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ലൈനിന്റെ ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യണം, നമ്മുടെ y ആക്സിസിന്റെ ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അതുപോലെ തന്നെ ഈ പോയിന്റ് എന്ന് പറയുന്ന ഈ ഒരു ലൈനിന്റെ ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യണം, നമ്മുടെ y ആക്സിസിന്റെ ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരച്ച് നോക്കാതെ തന്നെ ഇങ്ങനെ എക്സ് ആക്സിസ് y ആക്സിസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇപ്പോൾ y ആക്സിസ് ആണെങ്കിൽ x ഇസിക്കൽ ടു 0 ആണ്. x ഇസിക്കൽ ടു 0 എന്ന് പറഞ്ഞത് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു വൈക്ക് ഒരു വാല്യൂ കിട്ടും. വൈയുടെ വാല്യൂ ഇവിടെ എത്ര കിട്ടും? 3y, x0 പോവും, 3y ഇസിക്കൽ ടു 12 എന്ന് പറഞ്ഞു കിട്ടും. വൈൻ്റെ വാല്യൂ 4 എന്ന് പറഞ്ഞു കിട്ടും. അതായത് ഇത് കൂട്ടിമുട്ടുന്ന ആദ്യത്തെ പോയിന്റ് 0,4 ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് നോക്കുവാണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ വീണ്ടും x ഇസിക്കൽ ടു 0 ഇട്ട് കൊടുക്കാം. ഇവിടെ x ഇസിക്കൽ ടു 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? y ഇസിക്കൽ ടു -1 എന്ന് പറഞ്ഞു കിട്ടും. അതായത് ഇപ്പോൾ രണ്ട് പോയിന്റായി, കൂട്ടിമുട്ടുന്ന രണ്ട് പോയിന്റായി. ഇനി ഒരു പോയിന്റും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച മെത്തേഡിൽ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലേ? അത് ഈ ഒരു പോയിന്റ് അല്ലേ? അതായത് ഈ രണ്ട് ലൈനുകളെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ്. അതാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ടാസ്ക് ആയിട്ട് വരുന്നത്. കാരണം ഇതുപോലെ ചുമ്മാ എളുപ്പം അങ്ങ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാം. രണ്ട് വേരിയബിൾ ഉണ്ട്, രണ്ട് ഇക്വേഷൻ ഉണ്ട്. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിനും വൈക്കും വാല്യൂ കിട്ടും. പക്ഷെ സോൾവ് ചെയ്യാനുള്ള ഒരു എളുപ്പവഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എക്സിനെ ഒഴിച്ച് നിർത്തുക, ബാക്കിയുള്ള സാധനം നോക്കുക. ഓക്കെ, എക്സ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഇത്ര ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടുത്തെ 3 ഇൻറ്റു -1, 3 ഇൻറ്റു -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? -3. ഓക്കെ, അടുത്തത് -12 ഇൻറ്റു -1. ആ y ഒന്നും നോക്കണ്ട, ആ വാല്യൂസ് മാത്രം, കോൺസ്റ്റന്റ് മാത്രം നോക്കിയാൽ മതി.
അപ്പോൾ -12 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ 12 വരും. ഈ -3 ന്ന് ഈ 12 കുറയ്ക്കുക. ഓക്കെ, ഇനി ഡിനോമിനേറ്ററിൽ വരേണ്ടത് എക്സിൻ്റെയും വൈൻ്റെയും കൂടെയുള്ള ആൾക്കാർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ. എക്സിൻ്റെയും വൈൻ്റെയും കൂടെയുള്ള ആൾക്കാർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ. അതായത് ഞാനിതൊന്ന് വായിച്ചിട്ട് മനസ്സിലാകുന്ന രീതിയിൽ എഴുതി കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പോൾ ഈ ഒരു സാധനമാണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. ഈ ഒരു സാധനം പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 2 ഇൻറ്റു -1. 2 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ എത്ര വരും? -2. ഓക്കെ, 2 ഇൻറ്റു -1. 3 ഇൻറ്റു 1. 3 ഇൻറ്റു 1 3. അത് ഇതിൽ നിന്ന് കുറയ്ക്കുക. എപ്പോഴും കുറയ്ക്കണം എന്ന് തന്നെ ആലോചിക്കുക. ഇപ്പോൾ ഇവിടെ എത്ര വരും? -15 -15 ബൈ -5 3 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി y കണ്ടുപിടിക്കാനായിട്ട് ഡിനോമിനേറ്ററിൽ എപ്പോഴും ഈ സാധനം തന്നെ ആയിരിക്കും വരുന്നത്, -5. ഓക്കെ, വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷനിൽ നിന്ന് ആ y മറച്ചു വെക്കുക. ഇക്വേഷനിൽ നിന്ന് ആ y അങ്ങ് എടുത്ത് മാറ്റി വെക്കുക. ഓക്കെ, y എടുത്ത് മാറ്റി. ഇനി എന്ത് ചെയ്യുക? നിങ്ങൾ പേപ്പറിൽ എഴുതി ചെയ്യുവാണെങ്കിൽ അത് പൊത്തിപ്പിടിച്ചാൽ മതി. ഓക്കെ, ഇവിടെ എന്ത് വരും? നമ്മൾ ആദ്യമേ ഇവിടെയുള്ള ഒരു വ്യത്യാസം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യമേ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത്, പക്ഷെ y എടുക്കുമ്പോൾ താഴേന്ന് ക്രോസ് ചെയ്യണം ആദ്യം. അതായത് എക്സ് ഇൻറ്റു ഇതാണ് ചെയ്യേണ്ടത് ഫസ്റ്റ്. അപ്പോൾ എത്ര വരും? -12 എന്ന് പറഞ്ഞ് വരും. ഇനി ഇവിടെ എന്ത് വരും? 2 ഇൻറ്റു -1 -2 എന്ന് പറഞ്ഞ് വരും. അത് കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ എത്ര വരും? മുകളിൽ -10 ബൈ -5 2 എന്ന് പറഞ്ഞ് കിട്ടും. അതായത് നിങ്ങളുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ 3 2 ആയിരിക്കും. 3 2 ആയിരിക്കും. അതായത് അത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. എങ്ങനെ ചെക്ക് ചെയ്യാം? എങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് 3 2 എന്ന് പറയുന്നത് അത് നമുക്ക് കിട്ടിയ പോയിന്റ് കറക്റ്റ് ആണെങ്കിൽ ഈ രണ്ട് ഇക്വേഷനും അത് സാറ്റിസ്ഫൈ ആണ്. നമ്മൾ ചെയ്ത വഴിയിൽ കിട്ടിയത് കറക്റ്റ് ആണെങ്കിൽ ഈ രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ ആണ്. അപ്പോൾ ഞാൻ 3 എടുത്ത് ഇവിടെ ഇട്ടു, 2 എടുത്ത് ഇവിടെ ഇട്ടു. അപ്പോൾ 3 ഇൻറ്റു 2 6, 3 ഇൻറ്റു 2 6, 6 ഒരെണ്ണം 12, 12 നിന്ന് 12 കുറച്ച് കഴിഞ്ഞാൽ 0. അപ്പോൾ ആദ്യത്തെ പോയിന്റിൽ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ഇവിടെ 3 -2 -1 അതും 0. അതായത് നമ്മൾ ചെയ്ത മെത്തേഡ് കറക്റ്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി എന്ത് ചെയ്യുക? 3 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. 3 പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഏരിയ കണ്ടുപിടിക്കണം. അവിടെ നമുക്കൊരു ഡൗട്ട് വരാം, ഏത് ഓർഡറിൽ എടുക്കണം. ഓക്കെ, ഏത് ഓർഡറിൽ എടുക്കണം? ഓക്കെ, ഏറ്റവും ബെറ്റർ നിങ്ങൾ ഏതെങ്കിലും ഒന്നെങ്കിൽ എക്സിൻ്റെ വാല്യൂ അല്ലെങ്കിൽ വൈൻ്റെ വാല്യൂ കറക്റ്റായിട്ട് നോക്കിയാൽ മതി. അതായത് ട്രയാങ്കിൾ എങ്ങനെ വരുമെന്ന് നമുക്കൊരു ഐഡിയ വേണ്ടേ? അപ്പോൾ ഞാനിത് വൈൻ്റെ വാല്യൂവിനനുസരിച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. 4 ഉണ്ട്. ഓക്കെ, 4 ഉണ്ട്. കുറഞ്ഞു വരുന്ന രീതിയിൽ 4 ഉണ്ട്. അപ്പോൾ ഈ പോയിന്റ് ഞാൻ ആദ്യം എടുക്കും, 0 4. ഇതെൻ്റെ രണ്ടാമത്തെ പോയിന്റാണെന്ന് കൺസിഡർ ചെയ്യും, 3 2. ഇതെൻ്റെ മൂന്നാമത്തെ പോയിന്റാണെന്ന് കൺസിഡർ ചെയ്യും, 0 -1. ആ ഒരു ഓർഡറിൽ തന്നെ ആയിരിക്കും മിക്കപ്പോഴും നിങ്ങൾക്ക് അത് വരാൻ പോകുന്നത്. ഇനി എന്ത് ചെയ്യുക? നമ്മൾ കോർഡിനേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള വഴി നമ്മൾ പഠിച്ചായിരുന്നു. ആ ഒരു രീതി ചെയ്യാം. അപ്പോൾ ഞാൻ 3 2 ആണ് കെപ്റ്റ് ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ചു. 3 2 ആണെങ്കിൽ അടുത്ത ഏതാ? നമ്മളിപ്പോൾ എടുത്ത ഓർഡറിൽ അടുത്ത ഏതാ വരുന്നത്? 0 -1. അടുത്ത ഏതാ വരുന്നത്? 0 4. അടുത്ത എന്ത് ചെയ്യണം? വീണ്ടും 3 2 എടുക്കണം. ഓക്കെ, അകത്ത് 3 ഇൻറ്റു -1, 0 ഇൻറ്റു 4, 0 ഇൻറ്റു 2, അവിടെ 0 തന്നെ വന്നു. -0 ഇൻറ്റു 2, 0 ഇൻറ്റു -1 പോയി, അവിടെയും പോയി. അടുത്തത് എന്ത് ചെയ്യും? 4 ഇൻറ്റു 3, 4 ഇൻറ്റു 3 +12. അതായത് നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ -15 എന്ന് പറഞ്ഞു കിട്ടും. നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ പോസിറ്റീവ് വാല്യൂ എടുക്കണം, മോഡാണ് എടുക്കുന്നത്. സോ 15/2 ആയിരിക്കും ഈ പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇതാണ് ഒരു വഴി. അപ്പോൾ ഇത് നമ്മൾ വിട്ടുപോയതാണ്, അതാണ് നമ്മളിപ്പോൾ നോക്കിയത്.